നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴയാറിൽ വയോധികയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. തൊടുപുഴ കോന്നാട്ട് രവിയുടെ ഭാര്യ വത്സലയാണ് മൂവാറ്റുപുഴയാറിൽ ഒഴുക്കിൽപ്പെട്ടത്. മൂവാറ്റുപുഴ ഫയർഫോഴ്സും സ്കൂബ ടീമും തെരച്ചിൽ ആരംഭിച്ചു. വാഴക്കുളത്തെ വെബ്കോ ഔട്ട്ലെറ്റ് തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കാതെ കെട്ടിടമുടമ. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് സ്ഥാപനം തുറന്നത്. സാന്ത്വന രംഗത്ത് പുതിയ അധ്യായം. സ്നേഹസ്പർശം കൂട്ടായ്മയ്ക്ക് മൂവാറ്റുപുഴയിൽ തുടക്കമായി. മൂവാറ്റുപുഴ കോടതിയിൽ പുതുതായി ചാർജ് എടുത്ത 4 ജഡ്ജിമാർക്ക് സ്വീകരണമൊരുക്കി ബാർ അസോസിയേഷൻ. അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് KN ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടമ്പുഴയിൽ വീടിന് നേരെ വീണ്ടും കാട്ടാന ആക്രമണം. 2 വർഷത്തിനിടെ 4ാം തവണയാണ് ചാമപ്പാറ സ്വദേശി ഡെനീഷ് ജോസഫിന്റെ വീടിന് നേരെ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുന്നത്. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴയാറിൽ വയോധികയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. തൊടുപുഴ കോന്നാട്ട് രവിയുടെ ഭാര്യ വത്സലയെയാണ് മൂവാറ്റുപുഴയാറിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. മൂവാറ്റുപുഴ ഫയർഫോഴ്സും സ്കൂബ ടീമും തെരച്ചിൽ ആരംഭിച്ചു. മൂവാറ്റുപുഴയാറിൽ വയോധികയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. തൊടുപുഴ കോന്നാട്ട് രവിയുടെ ഭാര്യ വത്സലയെയാണ് മൂവാറ്റുപുഴയാറിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12ഓടെ മൂവാറ്റുപുഴ ലതാക്കടവിൽ നിന്നാണ് വയോധിക ഒഴുക്കിൽപ്പെട്ടത്. മൂവാറ്റുപുഴ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തുകയാണ്. ഒടുവിൽപ്പെട്ട വത്സലയെ കാണുവാനില്ലെന്ന് പറഞ്ഞ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചിരുന്നു. അമ്പലത്തിൽ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ വത്സലയെ പിന്നീട് കാണാതാവുകയായിരുന്നെന്ന് ബന്ധുക്കൾ പറഞ്ഞു. MCS ഹോസ്പിറ്റൽ, we take care of your health. വാഴക്കുളത്തെ വെബ്കോ ഔട്ട്ലെറ്റ് തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കാതെ കെട്ടിട ഉടമ. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഉച്ചയോടെ സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. വാഴക്കുളത്തെ വിദേശ മദ്യശാല തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കാതെ സ്ഥലമുടമ വാടകമുറി ഒഴിയണമെന്നാവശ്യപ്പെട്ട് സ്ഥലം ഉടമ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ സ്ഥാപനം മാറ്റി പ്രവർത്തിക്കാതെ വന്നതോടെ ഉടമ വെബ്കോ ഔട്ട്ലെറ്റിന്റെ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയതോടെയാണ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് സ്ഥാപനത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ വന്നത്. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഉച്ചയോടെ സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചത്. സമയം നീട്ടി നൽകണമെന്ന് ഉടമയോട് ആവശ്യപ്പെട്ടെങ്കിലും ആവശ്യം നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് മഞ്ഞളൂർ പഞ്ചായത്ത് അധികൃതരും വാഴക്കുളം പോലീസും അടക്കം സ്ഥലത്തെത്തി ചർച്ച നടത്തുകയായിരുന്നു. തുടർന്ന് ഉച്ചയോടെ സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചു. ഓഗസ്റ്റ് മാസം വരെ കരാർ കാലാവധി നിലനിൽക്കുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നതുകൊണ്ടാണ് മറ്റൊരു മുറിയിൽ സ്ഥാപനം തുടങ്ങാൻ കഴിയാതെ വന്നതെന്നും ബെവ്കോ ഔട്ട്ലെറ്റ് അധികൃതർ പറഞ്ഞു. വാടക കെട്ടിടം ഒഴിയണമെന്നാവശ്യപ്പെട്ട് ബെവ്കോ അധികൃതർക്ക് 2 മാസം മുൻപ് ഉടമ നോട്ടീസ് അടക്കം നൽകിയിരുന്നു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സാന്ത്വന രംഗത്ത് പുതിയ അധ്യായം രചിച്ച് സ്നേഹസ്പർശം കൂട്ടായ്മയ്ക്ക് മൂവാറ്റുപുഴയിൽ തുടക്കമായി. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം, രോഗികൾക്കും വൃദ്ധർക്കും അശരണർക്കും കൈത്താങ്ങാകുക എന്നതാണ് കൂട്ടായ്മയുടെ മുഖ്യ ലക്ഷ്യം. സാന്ത്വന രംഗത്ത് പുതിയ അധ്യായം രചിച്ച സ്നേഹസ്പർശം കൂട്ടായ്മയ്ക്ക് മൂവാറ്റുപുഴയിൽ തുടക്കമായി. മൂവാറ്റുപുഴയിലെ കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ നാനാ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുടെയും കലാകാരന്മാരുടെയും കലാ ആസ്വാദകരുടെയും നേതൃത്വത്തിലാണ് സ്നേഹസ്പർശം കൂട്ടായ്മ രൂപീകരിച്ചത്. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം, രോഗികൾക്കും വൃദ്ധർക്കും അശരണർക്കും കൈത്താങ്ങാക്കുക എന്നതാണ് കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം. കലയിലൂടെ കൂട്ടായ്മ, കൂട്ടായ്മയിലൂടെ ചാരിറ്റി എന്ന പ്രമേയത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ചെയർമാൻ ഷനീർ അലിയാർ, ഭാരവാഹികളായ ജേക്കബ് തോമസ്, TS കൊച്ചു മുഹമ്മദ്, PY നൂഹ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്നേഹസ്പർശം കൂട്ടായ്മ, എ ഗ്രൂപ്പ് ഓഫ് ആർട്ട് ആൻഡ് ചാറ്റി. കലയിലൂടെ കൂട്ടായ്മ, കൂട്ടായ്മയിലൂടെ ചാറ്റി. ഇതാണ് ഈ സ്നേഹസ്പർശം കൂട്ടായ്മയുടെ മുഖമുദ്ര. മൂവാറ്റുപുഴയിലെ കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ നാനാ മേഖലകളിലും കഴിവ് തെളിയിച്ച, നാനാ മേഖലകളിലും ഇപ്പം മുഖമായി നിൽക്കുന്നവരുടെ ഒരു പറ്റം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് സ്നേഹസ്പർശം എന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റ്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇതിൻ്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ട് റോയൽ ഫുഡ് കോർട്ടിൻ്റെ ഹാളിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി പഠനോപകരണ വിതരണം മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധതരം സ്കൂളുകളിലെ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം ഏകദേശം 35ഓളം കുട്ടികൾക്ക് ഇന്ന് അതിൻ്റെ ഭാഗമായി നൽകിയാണ്. കഴിഞ്ഞ ദിവസം കൂട്ടായ്മ പുറത്തിറക്കിയ ഹയാത്ത് എന്ന ആൽബത്തിന്റെ വരുമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.
മൂവാറ്റുപുഴ കോടതിയിൽ പുതുതായി ചാർജ് എടുത്ത 4 ജഡ്ജിമാർക്ക് സ്വീകരണം നൽകി ബാർ അസോസിയേഷൻ. അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് KN ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ കോടതിയിൽ പുതുതായി ചാർജ് എടുത്ത 4 ജഡ്ജിമാർക്ക് സ്വീകരണം നൽകി. മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് KN ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ന്യായാധിപരെ സംബന്ധിച്ചും അഭിഭാഷകരെ സംബന്ധിച്ചും ഒരു തരത്തിൽ പറഞ്ഞ 2 ഇൻട്രസ്റ്റുകളാണ് പ്രത്യക്ഷത്തിൽ. അഭിഭാഷകരെ സംബന്ധിച്ച് അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ കക്ഷികളുടെ താല്പര്യമാണ്. ന്യായാധിപരെ സംബന്ധിച്ച് അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം അവർ ഫിക്സ് ചെയ്യുന്ന ടാർഗറ്റുകളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നീതിയുക്തമായ രീതിയിൽ, ഏറ്റവും കൂടുതൽ സ്പീഡിൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒന്നാണ്, ഡിസ്പെൻസേഷൻ ഓഫ് ജസ്റ്റിസ്, നീതി നിർവഹണമാണ്. അഭിഭാഷകർക്കായാലും അവരുടെ കക്ഷികൾക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ സംബന്ധിച്ചാണെങ്കിലും നീതി ഏറ്റവും യുക്തമായ രീതിയിൽ, നല്ല രീതിയിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും നമ്മൾ ഒരുമിച്ച് നിർത്തുന്നത് ആ കോമൺ ഓബ്ജക്റ്റാണ്. യോഗത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ആരിഫ് അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ ബാർ അസോസിയേഷന് മൂവാറ്റുപുഴ കോർട്ട് കോംപ്ലക്സിനും ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇവരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് ലഭിക്കും എന്നും നമുക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സിന് ബാർ അസോസിയേഷന്റെയും അഭിഭാഷകരുടെയും എല്ലാവിധ പിന്തുണയും സഹായ സഹകരണങ്ങളും ഈ അവസരത്തിൽ നൽകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. പോക്സോ ജഡ്ജ് സമീർ A, സബ് ജഡ്ജ് ജ്യോതി ബാബു, മുൻസിഫ് മീര K ജോൺ, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ചിത്രലേഖ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. ഏതായാലും നിങ്ങൾ തന്ന ഈ വാം വെൽക്കം ഞങ്ങൾ ഹൃദയം കൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ഈ സ്വീകരിച്ചതുപോലെ തന്നെ പ്രസന്റ് ചെയ്തതുപോലെ ഞങ്ങൾ പോകുമ്പോഴും ഇത് തന്നെ പറയണം. അത് സാധാരണഗതിയിൽ പറയുന്നത് പോരാ. കാര്യം സാധാരണഗതിയിൽ പോകുമ്പോഴോ വിരമിക്കുമ്പോഴോ ആളുകളെല്ലാം പറയും ഇതുപോലൊരു നല്ല മനുഷ്യൻ പരമതൊട്ടനായിട്ടുണ്ടാവും. പരമതൊട്ടൻ ഒരു മനുഷ്യന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകും. അതുപോലെ അല്ല. യോഗത്തിൽ ഫാമിലി കോർട്ട് ജഡ്ജ് മഹേഷ് G, വിജിലൻസ് ജഡ്ജ് രാജേഷ് G, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നമ്പർ 3 ടോണി തടത്തിൽ, ബാർ അസോസിയേഷൻ സെക്രട്ടറി LA അജിത്, ട്രഷറർ മഹേഷ് CP എന്നിവർ പങ്കെടുത്തു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. കുട്ടമ്പുഴയിൽ വീടിന് നേരെ വീണ്ടും കാട്ടാന ആക്രമണം. 2 വർഷത്തിനിടെ 4ാം തവണയാണ് ചാമപ്പാറ സ്വദേശി ഡെന്നീഷ് ജോസഫിന്റെ വീടിന് നേരെ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുന്നത്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ മാമലക്കണ്ടത്ത് വീടിന് നേരെ വീണ്ടും കാട്ടാന ആക്രമണം. മാമലക്കണ്ടം ചാമപ്പാറ സ്വദേശി ഡെന്നീഷ് ജോസഫിന്റെ വീടിന് നേരെയാണ് ചൊവ്വാഴ്ച പുലർച്ചെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായത്. വീട്ടുമുറ്റത്തെത്തിയ കാട്ടാനക്കൂട്ടം വീടിനകത്തു കയറി കട്ടിൽ, അരി, പാത്രങ്ങൾ, കതകുകൾ, മറ്റ് വീട്ടുപകരണങ്ങൾ തുടങ്ങിയവ നശിപ്പിച്ചു. കഴിഞ്ഞ 2 വർഷത്തിനിടെ 4ാം തവണയാണ് ഇതേ വീട് കാട്ടാനകളുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. ആക്രമണ സമയത്ത് കുടുംബാംഗങ്ങൾ മറ്റൊരിടത്തായതിനാൽ വലിയ അപകടം ഒഴിവായി. തുടർച്ചയായി കാട്ടാനാക്രമണം ഉണ്ടായിട്ടും നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ ഡെനീഷ് സമരത്തിന് തയ്യാറെടുക്കുകയാണ്. അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. വാഴപ്പിള്ളി JB സ്കൂളിൽ പ്രവേശനോത്സവം. വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്ത മൂവാറ്റുപുഴ ഡിസൈനേഴ്സ് ക്ലബ്ബ്. വാഴപ്പിള്ളി ഗവൺമെന്റ് JB സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. വാർഡ് കൗൺസിലർ രജനി സജീവ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ശക്തമായ ഒരു ആയുധവും കൂടിയാണ് വിദ്യാഭ്യാസം. ഓരോ പ്രവേശനോത്സവവും പുതുമയുടെ ഒരു തുടക്കമാണ്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ പടിവാതിൽ കടന്നു വന്ന് ഈ അക്ഷരമുറ്റത്തേക്ക് പ്രവേശിച്ച കുഞ്ഞു കുരുന്നുകൾ മുതൽ മുതിർന്ന കുട്ടികൾക്ക് വരെ ഈ പ്രവേശനോത്സവം പുതുമയുടെ തുടക്കം തന്നെയാണ്. അക്ഷരങ്ങളുടെയും അറിവിൻ്റെയും സൗഹൃദത്തിൻ്റെയും മനോഹരമായ ഈ ലോകത്തേക്കുള്ള അവരുടെ ചുവടുവയ്പ്.
മൂവാറ്റുപുഴയിലെ ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ കൂട്ടായ്മയായ ഡിസൈനേഴ്സ് ക്ലബ്ബ് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് അനീഷ് കെ, സെക്രട്ടറി റോയി യു എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. സ്കൂളിൽ പുതുതായി ചേർന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികൾക്കും നഗരസഭ CDSന്റെ നേതൃത്വത്തിൽ ടൈം ടേബിൾ കാർഡ് വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് R. രാഗേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹന മാഹിൻ, ഹെഡ് മിസ്ട്രസ് ഐഷ AS, കാർഷിക സഹകരണ ബാങ്ക് പ്രസിഡന്റ് R. രാജീവ്, വാഴപ്പള്ളി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ അജിത് കുമാരി, മഞ്ജു, പ്രസീത, കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ജില്ലാ കോർഡിനേറ്റർ ഖദീജ മൊയ്തീൻ, നഗരസഭ CDS ഭാരവാഹികളായ ധന്യ അരുൺ, PP നിഷ, സീനിയർ അധ്യാപകൻ ജിൻസ് ജോൺ, MBTA ചെയർപേഴ്സൺ ധന്യ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.